അതുകൊണ്ട് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ അവന്റെ കയോക്കിൻ ടെക്നിക് ഉപയോഗിച്ച് പവർ ലെവൽ അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരും. ആ രണ്ട് വില്ലന്മാരും അത് കണ്ട് ഞെട്ടുകയാണ്. ഇവിടെ ആ ലീഡർ വില്ലനാണെങ്കിൽ ഇപ്പൊ ഗോക്കുവിന്റെ പവർ അതങ്ങനെ കൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. 95,000, 1,50,000, 1,20,000, 1,30,000, 1,50,000, 1,80,000 എന്നൊക്കെ പറഞ്ഞ് അവന്റെ കണ്ണങ്ങനെ തള്ളി തള്ളി വരും. ചോപ്പനാണെങ്കിൽ വിശ്വസിക്കാൻ പോലും കഴിയില്ല. ഇത്രയും പവറുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞ് അവൻ പുറകിലേക്ക് മാറും. ഗോക്കു ആണെങ്കിൽ അവന്റെ കയോക്കിൻ പവർ അത് സ്റ്റോപ്പ് ചെയ്ത് നോർമലായി മാറും. ശേഷം അവരോട് ചോദിക്കും, നിങ്ങൾ ഇത്ര വേഗം പേടിച്ചു പോയോ? എന്റെ ശരീരത്തിലുള്ള 1% പവർ മാത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതെന്റെ യഥാർത്ഥ പവർ പോലും അല്ല. എന്റെ യഥാർത്ഥ പവർ എന്താണെന്ന് കണ്ടാൽ നിങ്ങൾ ഇതിലും കൂടുതൽ ഭയപ്പെടും. പീറ്ററാണെങ്കിൽ അത് കേട്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. അതിനുശേഷം വിളിച്ചു പറയും, ഒരു സയാൻ ഇത്രയും പവർ അത് ഞാൻ കേട്ടിട്ട് പോലുമില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു, നീയാണ് സൂപ്പർ സയാൻ. ആണെങ്കിൽ അല്പം കൺഫ്യൂസ്ഡ് ആവും. ആക്ച്വലി ഇത് തന്നെയാണ് ആ വെജീറ്റ എന്നോട് പറഞ്ഞത്. സത്യത്തിൽ അതെന്താണെന്ന് എനിക്കും അറിയില്ല. ഓപ്പൺ ആണെങ്കിൽ ഭയപ്പെട്ട് അങ്ങനെ ഷിവർ ചെയ്യാണ്. ഓ നോ, ഈ പ്രപഞ്ചത്തെ പോലും കാൽവിരൽ തുമ്പിൽ കൊണ്ടുവരാൻ കഴിവുള്ള സൂപ്പർ സയാനാണ് നമ്മുടെ മുൻപിലുള്ളത്. ഗോക്കു ആണെങ്കിൽ പീറ്ററിനോട് തീർത്തു പറയും, നീ എന്റെ പവർ മുഴുവനായിട്ടും ഇപ്പൊ കണ്ടില്ലേ? നിനക്ക് മനസ്സിലായില്ലേ എനിക്ക് ഈസി ആയിട്ട് നിന്നെ തോൽപ്പിക്കാൻ കഴിയുമെന്ന്? സോ നിനക്ക് ഞാനൊരു ഓഫർ തരാം. നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് ഈ ഗ്രഹത്തിൽ നിന്ന് കടന്നു പോകണം. അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഓഫർ. നീ ഒരു ശക്തനായ പോരാളിയാണ്. നിന്നോട് ഫൈറ്റ് ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ എത്രയും വേഗം ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് പോകണം. നിങ്ങൾ തയ്യാറായാൽ ഉറപ്പായാലും ഞാൻ നിങ്ങളുടെ ജീവൻ എടുക്കില്ല, നിങ്ങളെ അറ്റാക്ക് ചെയ്യില്ല. ആ ലീഡർ ആണെങ്കിൽ അല്പനേരം ചിന്തിക്കും, ഇത്രയും പവറുള്ള ഇവൻ എന്തുകൊണ്ടായിരിക്കും ഫൈറ്റ് ചെയ്യാതെ ഞങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്? ഒരുപക്ഷെ ഇവനെ കാണിക്കുന്നൊക്കെ അഭിനയമായിരിക്കോ, അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ലിമിറ്റേഷൻ അതിവനുണ്ടാവുമെന്ന് ചിന്തിക്കും. നിമിഷം അവനാണെങ്കിൽ ഗോക്കുവിനെ നോക്കി ടെററായിട്ട് ചിരിക്കും. എനിക്ക് കാര്യം മനസ്സിലായി. ഒരുപാട് പവറുണ്ട്, പക്ഷെ ഒരു കാരണവശാലും ആ സൂപ്പർ സയൻ ട്രാൻസ്ഫോർമേഷനിലേക്ക് നിനക്ക് മാറാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്രകാരം നീ ഫൈറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. കട്ട് ചെയ്ത ഇവിടെ എൽഡറിന്റെ അസിസ്റ്റന്റ് ആളാണെങ്കിൽ തിരികെ എൽഡറിന്റെ അടുത്തേക്ക് വരും. എൽഡർ ആണെങ്കിൽ ടെൻഷൻ ആവും. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നമ്മുടെ പുതിയ ഫ്രണ്ട്സിന് നിന്റെ സഹായം ആവശ്യമാണെന്ന്. എന്തിനാണ് നീ അവരുടെ അടുത്തേക്ക് പോവാതെ ഇവിടേക്ക് മടങ്ങി വന്നത്? അതിന് അസിസ്റ്റന്റ് പറയും, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. ഇവിടേക്ക് വരേണ്ട ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. അങ്ങനോട് കൽപ്പിച്ചിട്ടില്ല എങ്കിലും അങ്ങയുടെ ജീവൻ പ്രൊട്ടക്ട് ചെയ്യുക എന്നത് എന്റെ ഉത്തരവാദിത്വമാണ്. എനിക്കിപ്പോ അത് ചെയ്തേ പറ്റൂ. കട്ട് ചെയ്ത ഇവിടെ മൊട്ടപ്പനെയും ഗോഹാനെയും കാണിക്കും. അവരാണെങ്കിൽ റഡാർ എടുക്കാനായിട്ട് ബുൽമയുടെ അടുത്തേക്ക് വരികയാണ്. അവിടെയാണെങ്കിൽ ഇപ്പൊ ബുൽമ ഇല്ല. ബുൽമ നീ എവിടെ പോയെന്ന് ചോദിച്ച് അവരാണെങ്കിൽ അവിടെ മുഴുവൻ അന്വേഷിക്കും. ബുൽമയെ കാണാനില്ല. അപ്പോഴായിരിക്കും മൊട്ടപ്പനും ഗോഹാനും അവർ രണ്ടുപേരും ബൈക്കിന്റെ അടയാളം അത് മനസ്സിലാക്കുക. ഓ നോ, അവള് ബൈക്ക് എടുത്ത് ഇവിടെ നിന്ന് എങ്ങോട്ടൊക്കെയോ പോയി. എത്രയും വേഗം അവൾ കണ്ടെത്തണം. ആ റഡാർ കിട്ടിയിട്ടില്ല എങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈവിട്ട് പോകുന്നു പറഞ്ഞ് അവരാണെങ്കിൽ ബുൽമയെ അന്വേഷിച്ച് വീണ്ടും അവിടെ നിന്ന് മുൻപോട്ടേക്ക് പോവാണ്. കട്ട് ചെയ്ത ഇവിടെ ആ ഒരു ഫ്രീസ അവനാണെങ്കിൽ ഓൾമോസ്റ്റ് ആ എൽഡറിന്റെ സ്ഥലത്തേക്ക് എത്താനായി കഴിഞ്ഞു. ഇവരാണെങ്കിൽ ആ കുഞ്ഞിപ്പയ്യനെ അടുത്തേക്ക് വിളിക്കും. അവന്റെ പവർ ആൾ എൻഹാൻസ് ചെയ്യും. എന്നെ കൊണ്ട് പറ്റും പോലെ നിന്റെ പവറുകളെ ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് വന്ന നമ്മുടെ പുതിയ സുഹൃത്തുക്കൾക്ക് നിന്റെ പവർ ഇപ്പോൾ അത്യാവശ്യമാണ്. ഇതിനെക്കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എത്രയും വേഗം നീ ഇവിടുന്ന് പോകണം, അവരെ സഹായിക്കണം. വേറെ വഴിയില്ലാതെ ആ കുഞ്ഞനാണെങ്കിൽ അവിടുന്ന് കടന്നു പോവാണ്. ഫ്രീസ ആണെങ്കിൽ അവൻ അവിടുന്ന് പോകുന്നത് മനസ്സിലാക്കും. അതൊരു കുഞ്ഞാണ്, അതിന് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അവൻ ആ ഒരു ഗ്രാൻഡ് എൽഡറിന്റെ മാൻഷനിലേക്ക് കടന്നു വരികയാണ്. അടുത്ത നിമിഷം അസിസ്റ്റന്റ് പുറത്തേക്ക് വരും. അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ ഫ്രീസയോട് നീ എന്തിനു ഇവിടേക്ക് വന്നു ചോദിക്കും. അതിന് ഫ്രീസ ആണെങ്കിൽ അവനോട് പറയും, ഞാൻ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് ഫ്രീസ. നിങ്ങളുടെ ഗ്രഹത്തിലുള്ള ആ 7 ഡ്രാഗൺ ബോൾ അത് എന്റെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞു. എനിക്ക് അത് അവേക്കൻ ചെയ്യാനുള്ള ആ ഒരു പാസ്വേഡ് അതെന്താണെന്ന് അറിയണം. എനിക്ക് ആ ഒരു ഡ്രാഗണ് വരുത്തിയതിനു ശേഷം ആവശ്യമായിട്ടുള്ള ചില വിഷുകൾ നേടിയെടുക്കാനാണ്. ഞാൻ നമുക്കേനാണെങ്കിൽ മറുപടി പറയും, ഐ എം സോറി, എന്നെ കൊണ്ട് നിന്നെ സഹായിക്കാനായിട്ട് കഴിയില്ല. ആ ഒരു ഡ്രാഗൺ ബോൾ ഉപയോഗിക്കാൻ അർഹതപ്പെട്ട ഒരാളാണ് നീയെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ദയവ് ചെയ്ത് ഇപ്പൊ തന്നെ ഇവിടുന്ന് കടന്നു പോകുന്നതാണ് നിനക്ക് നല്ലത്. അതിന് ഫ്രീസ ആണെങ്കിൽ വമ്പൻ ആറ്റിറ്റ്യൂഡിൽ അവനോട് പറയും, എന്റെ കാര്യം നിറവേറാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഇവിടെ നീ മാത്രമല്ല, നിന്റെ ഒരു ഫ്രണ്ടും ഉണ്ടല്ലേ. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവൻ ഇപ്പൊ അപകടത്തിലാണ്. ആ കാര്യം മറക്കാൻ പാടില്ല. അതിന് ക്രിസ്റ്റ്യൻ നമുക്കിയനാണെങ്കിൽ ഇപ്പൊ അവനോട് പറയും, അദ്ദേഹം ഗ്രാൻഡ് എൽഡറാണ്. ആ ഒരു ഡ്രാഗൺ ബോൾ പോലും കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡ്രാഗൺ ബോളും നിനക്ക് നഷ്ടാവും. അത് കേട്ട് ഫ്രീസ് ഷോക്കാവും. അവനാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഒരു ഭാഗം തകർത്ത് ഗ്രാൻഡ് എൽഡറിന്റെ നേർക്ക് വരികയാണ്. ഓ, കാണുമ്പോ ഈ ഒരു നമുക്കേൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് എൽഡർ പറയും, അതെ, അതെല്ലാം സത്യമാണ്. മാത്രമല്ല ഒരു കാരണവശാലും നമുക്കേൻസിനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇവൻ നമുക്കേൻസിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സോൾജിയറാണ്. അതിൽ കലി കയറിയ ഫ്രീസ ആണെങ്കിൽ, നിർത്തിടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. എന്റെ പവർ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല.
ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു വാറ് ഇവിടെ നടക്കും. ഉടനെ എൽഡർ ആണെങ്കിൽ അവന്റെ അസിസ്റ്റന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് വിട്ടുതരികയാണ്. നമ്മളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുന്നത് വരെ ഇവനെ തടഞ്ഞു നിർത്തണം. അതിനവൻ ഓക്കെ പറഞ്ഞ് ഇപ്പൊ ഫ്രീസയെ ചെയ്യാനായിട്ട് ക്ഷണിക്കും. ഇവിടെ വെച്ച് ആ പോരാട്ടം നടത്താൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് എൽഡറിന്റെ ജീവനും ഞങ്ങളുടെ ഈ ഒരു ബിൽഡിങ്ങിനും എല്ലാം തന്നെ പ്രതികൂലമായിട്ട് വരും. സോ നമുക്ക് മറ്റെവിടെയെങ്കിലും പോയി ഫൈറ്റ് ചെയ്യാന്ന് പറയും. അതിനൊക്കെ പറഞ്ഞ് ഫ്രീസയും അസിസ്റ്റന്റും അവർ രണ്ടുപേരും അവിടുന്ന് കടന്നു പോകാൻ ശ്രമിക്കും. ഇതാ ഇവിടെ ലീഡറിനെ കാണിക്കും. അവനാണെങ്കിൽ ഗോകുവിനെ നോക്കി പരിഹസിച്ചിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ അവനോട് ചോദിക്കും, നീ എന്തിനാണ് ഇപ്പൊ എന്നെ നോക്കി ചിരിക്കുന്നത്? അതിനവനാണെങ്കിൽ നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. എനിക്ക് ഉറപ്പായിട്ടും എന്റെ അൾട്ടിമേറ്റ് പവറിലൂടെ നിന്നെ വാഷ് ഔട്ട് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് അവന്റെ ഡിവൈസ് അത് ഊരി ഇപ്പൊ ആ ചോപ്പർ ഇട്ട് കൊടുക്കും. ചോപ്പറാണെങ്കിൽ കാര്യം മനസ്സിലാവും. ബോസ്, നിങ്ങൾ ആ ഒരു പവർ അത് ഉപയോഗിക്കാൻ പോവാണല്ലേ? 100% ഉറപ്പുണ്ട് ആ ഒരു പവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് കഴിയും. അത് കേട്ട ലീഡറും ഡബിൾ ഹാപ്പി. കട്ട് ചെയ്താ ഇവിടെ ഫ്രീസി ആണെങ്കിൽ ആ നമുക്കേനോട് പറയും, ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ എന്നെ കൊണ്ട് വയ്യ. നിനക്ക് കണക്ക് തീർക്കാൻ ഇവിടെ തന്നെ ധാരാളമാണ്. എത്രയും വേഗം നമ്മുടെ വാറ് അത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവര് താഴേക്ക് വരികയാണ്. നമുക്കേനാണെങ്കിൽ അവന്റെ ഡ്രസ്സൊക്കെ ഊരിക്കളഞ്ഞ് അവന്റെ ഫുൾ പവർ എടുക്കും. ഫ്രീസ അവന്റെ ഡിവൈസിൽ അവന്റെ പവർ ലെവൽ മനസ്സിലാക്കും. വാവ്, 42,000. സത്യത്തിൽ നമുക്കേൻസിൽ ഇത്രയും പവറുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കറിയാം ആ ഒരു പ്രത്യേക വംശത്തിലുള്ള നമുക്കേനാണ് നീ. എൽഡറിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് നിന്റെ പ്രധാന റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ടാണ് നിന്നെപ്പോലെ സ്പെഷ്യലായിട്ടൊരാളെ അവിടെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് നിന്നെപ്പോലെ ഒരാളെ എൻ്റെ അസിസ്റ്റന്റായി കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, വിധി അത് മറ്റൊന്നാണ്. ഫൈറ്റ് ചെയ്യാൻ സമയമായി. നിന്നോടുള്ള ഫൈറ്റ് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നിനക്ക് എൻ്റെ പവർ അത് എത്രയാണെന്ന് അറിയാമോ? 5,30,000 എൻ്റെ പവർ. അത് കേട്ട് ആ നമുക്കേ ഞെട്ടും. എന്തു പറ്റി, നീ ഞെട്ടിപ്പോയോ? എനിക്ക് അതിലും ഇരട്ടിയാക്കി എന്റെ പവർ വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും. 42,000 പവർ വെച്ച് ഫൈറ്റ് ചെയ്യാനായിട്ട് നീ മുൻപോട്ട് വന്നത് അത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്താണെന്ന് പറയും. ആ ഗ്യാപ്പിൽ നമുക്കേനാണെങ്കിൽ അവന്റെ കഴുത്തിൽ ആഞ്ഞടിക്കാൻ ശ്രമിക്കും. ഫ്രീസ് അത് ഞൊട്ടിയിടയിൽ തടഞ്ഞ് അവന്റെ കൈ അങ്ങനെ തകർത്ത് കളയുകയാണ്. ആ നമുക്കേനാണെങ്കിൽ വേദന കൊണ്ട് നിലവിളിച്ച് പുറകിലേക്ക് പോവും. എന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ. പക്ഷെ നീ അത് കേൾക്കാതെ വീണ്ടും തെറ്റ് ചെയ്ത് എന്നോട് ഫൈറ്റ് ചെയ്യാനായിട്ട് തയ്യാറായി. അതിന് ആ ഒരു ആണെങ്കിൽ അവന്റെ പവർ കൊടുത്ത് വീണ്ടും നഷ്ടപ്പെട്ടു പോയ കൈ അതങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഫ്രീസയ്ക്കാണെങ്കിൽ അതുകൊണ്ട് ഭയങ്കര അത്ഭുതം. ഓ, ഇങ്ങനെയൊരു ട്വിസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. നിങ്ങൾ നമുക്കിയൻസിന് റീജനറേഷൻ പവറും ഉണ്ടല്ലേ? പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, നിന്റെ കൈ റീജനറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിന്റെ പവർ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. പഴയതിൽ ഒരുപാട് ദുർബലനായി മാറിക്കഴിഞ്ഞു. നിനക്ക് ഇപ്പോഴും ഞാനൊരു ഓഫർ തരികയാണ്. ജീവനും കൊണ്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ, അതാണ് നിനക്ക് നല്ലത്. എന്നെ തോൽപ്പിക്കാൻ നിനക്കാവില്ല. എന്റെ പവറിന്റെ വെറും ഒരേ 1% മാത്രമാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചത്. അതിനാൽ നമുക്കിനാണെങ്കിൽ അടിച്ചു പറയും, ഞാൻ എന്റെ പോരാട്ടം അവസാനിപ്പിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. എനിക്ക് നീയുമായിട്ട് ഫൈറ്റ് ചെയ്യണം, നിന്നെ തോൽപ്പിക്കണം, എൽഡറിനെ പ്രൊട്ടക്ട് ചെയ്യണം. കട്ട് ചെയ്താ ഇവിടെ ബുൽമയെ കാണിക്കും. അവളാണെങ്കിൽ ഒരു ഫ്ലൈയിങ് ഡൈനോസറിന് മുമ്പിൽ പെട്ടുപോയിരിക്കുകയാണ്. ഓ നോ, എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് അവൾ മുൻപിൽ കാണുന്ന ഒരു ഗുഹയുടെ അടുത്തേക്ക് വണ്ടി നല്ല സ്പീഡിൽ വിടും. അപ്പോഴായിരിക്കും ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഒരു ദിനോസർ വരിക. അവളാണെങ്കിൽ അത് നൈസായിട്ട് ഡൈവേർട്ട് ചെയ്യും. പക്ഷെ എന്താ, അവളുടെ ബൈക്ക് സൈഡിലിടിച്ച് അവൾ തെറിച്ചുപോയി എവിടെയോ ലാൻഡ് ചെയ്യാണ്. ബുൽമയാണെങ്കിൽ ചുറ്റും നോക്കും. അവളിപ്പോൾ ഉള്ളത് ആ പറക്കുന്ന ഡൈനോസറിന്റെ മുകളിലാണ്. ഓ നോ, എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ അവള് നിലവിളിക്കും. ഫ്ലൈയിങ് ദിനോസർ ആണെങ്കിൽ അങ്ങനെ കമിഴ്ന്ന് നീന്തും. ബുൽമയ്ക്കാണെങ്കിൽ പിടിവിട്ട് ഇപ്പോ ആ ഒരു താഴെയുള്ള ദിനോസറിന്റെ അടുത്തേക്ക് അവൾ അങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. എന്റെ കഥ കഴിഞ്ഞു എന്ന് പറയുന്ന അടുത്ത നിമിഷം ആ ദിനോസറിനെ ആരോ വെട്ടിയിടും. അതിന്റെ ദേഹത്തൊന്ന് വീണ് അങ്ങനെ തെറിച്ച് താഴെ ലാൻഡ് ചെയ്യുകയാണ്. അവള് മുൻപോട്ടേക്ക് നോക്കും. പറന്നു നടന്ന ഡൈനോസറും ചേതനയേറ്റ് താഴേക്ക് വീണിരിക്കുകയാണ്. അവളുടെ തൊട്ടു മുൻപിൽ ഏതോ ഒരു രൂപം. ഓ നോ, എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടാണെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ മണ്ണൊക്കെ വാരി അവന്റെ ദേഹത്തേക്ക് വലിച്ചെറിയാണ്. ഉടനെ ഗോഹാനാണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ബുൽമ, ഇത് ഞങ്ങളാണ്, മൊട്ടപ്പനും ഗോഹാനും. അവള് കണ്ണു തെളിച്ച് അവരെ നോക്കും. ഐ എം സോറി ആണെന്ന് ഞാൻ കരുതിയില്ല. പക്ഷേ നിങ്ങൾ ഇത്രയും സമയം എവിടെയായിരുന്നു? എന്നെ ഒറ്റയ്ക്കിട്ടിട്ട് നിങ്ങൾ എവിടേക്കാണ് പോയത്? ഒരു സുന്ദരിയായ പെൺകുട്ടിയെ ഒറ്റയ്ക്കിട്ട് പോവാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? ഈ ഡ്രാഗൺ റഡാർ അത് വെച്ചാണ് ഡ്രാഗൺ ബോൾസുകളെല്ലാം തന്നെ ഒരു ഭാഗത്തുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾ അവിടെ ഉണ്ടാവുമെന്ന് കരുതിയാണ് ഞാൻ ബൈക്ക് എടുത്ത് അവിടേക്ക് വന്നത്. അതിന് ഗോഹാനാണെങ്കിൽ അവളുടെ പോക്കറ്റിൽ നിന്ന് ആ റഡാർ എടുക്കും. ഡ്രാഗൺ ബോൾസ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതെടുക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ നീ എത്രയും വേഗം നമ്മൾ ഒളിച്ചിരുന്ന അതേ സ്ഥലത്തേക്ക് തന്നെ തിരികെ പോകണം. ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്താനും നമ്മുടെ മിഷൻ അത് സക്സസ് ആക്കാനും ഗോകു അദ്ദേഹം എത്തിക്കഴിഞ്ഞു. അത് കേട്ട് ബുൽമയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് സമയമില്ല, എത്രയും വേഗം ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടുന്ന് കടന്നുപോകും. ബുൽമയാണെങ്കിൽ ഒരു സെക്കൻഡ് ഗോകുവിനെ ഇമാജിൻ ചെയ്യുകയാണ്. സത്യത്തിൽ ഗോകു വളരെ ഹാൻസം ആയിരുന്നു.
നല്ലൊരു ചാൻസ് മിസ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ തല താഴ്ത്തി നിൽക്കും. ഇവിടെ ഗോക്കു ആണെങ്കിൽ ആ ഒരു വില്ലന്റെ അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. അവനാണെങ്കിൽ ഇപ്പോൾ അവന്റെ ബോഡിയിൽ തന്നെ വലിയൊരു പരിക്ക് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ഗോക്കുവിനോട് വിളിച്ചു പറയും, നിന്നെ കൊണ്ട് സൂപ്പർ സയനായിട്ട് മാറാൻ കഴിയില്ല, പക്ഷെ എന്നെ കൊണ്ട് ഒരു സൂപ്പർ ഗിന്യുമായിട്ട് മാറാൻ കഴിയുമെന്ന് പറഞ്ഞ് അവൻ അവന്റെ കംപ്ലീറ്റ് പവറും പുറത്തേക്ക് റിലീസ് ചെയ്യാണ്. അതിനുശേഷം ഫോഴ്സിൽ ഒരു പ്രത്യേകതരം പവർ ഗോക്കുവിന് നേരെ ആഞ്ഞടിപ്പിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.